കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന രുചികൾ തേടി ഞാനിപ്പോൾ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്കടുത്ത് കാളിപ്പാറയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. അവിടുത്തെ ചില നാടൻ രുചികൾ. ഇത് സുരേഷ് ഏട്ടൻ, നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്ററാണ്. കാളിപ്പാറയിൽ നമുക്ക് വേണ്ടിയിട്ട് രുചികരങ്ങളായ ഭക്ഷണം കോർഡിനേറ്റ് ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് സുരേഷ് ഏട്ടനാണ്. ഇവിടെ വിളിക്കുന്ന പേരെന്താ സുരേഷ് ഏട്ടനെ? മോഹു. ഈ കാളിപ്പാറക്കാർക്ക് മോഹു എന്ന് പറഞ്ഞാലേ അറിയാവുള്ളൂ, സുരേഷ് എന്ന് പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് മോഹു ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ കോർഡിനേറ്റർ. അപ്പൊ നമുക്ക് കാളിപ്പാറയിലേക്ക് നമ്മളിപ്പോൾ കാളിപ്പാറയുടെ താഴ്വരയിലുള്ള ഒരു വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വീട്ടുപേര് ലെനിൻ ഭവൻ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ പാചകരത്നങ്ങളെ കണ്ടെത്തി തന്നിരിക്കുന്നത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടനോട് ഞാൻ ആരാണ് ഇവിടെ നന്നായിട്ട് പാചകം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഏട്ടൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ലത ചേച്ചി സുധ ചേച്ചിയാണെന്ന് പറഞ്ഞു. ആ രണ്ട് രത്നങ്ങളാണ് ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് സുന്ദരിമാരായിട്ട് നിൽക്കുന്നത്. ഇത് ചേട്ടൻ്റെ പേര് വിശ്വനാഥൻ, ചേട്ടൻ്റെ രാധാകൃഷ്ണൻ നായർ, അനു, അജി. അപ്പോൾ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് നമുക്ക് വെച്ച് തരുന്ന ഫുഡിൻ്റെ ആരോഗ്യം പോലെ ആയിരിക്കും വൈകുന്നേരം കാളിപ്പാറ കയറുന്നത്. അതെ. അപ്പം എന്തൊക്കെയാണ് ചേച്ചി നമ്മുടെ വിഭവങ്ങൾ? കോഴിത്തോരൻ. അത് ഇവിടുത്തെ ഈ കാളിപ്പാറ സ്റ്റൈലാണോ? പിന്നെ തോരൻ, അത് നാടൻ ഇലക്കറിയാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ശരി. നമ്മുടെ ഇവിടെ ഇങ്ങനെ ആരോഗ്യ പ്രവർത്തകരെല്ലാം ഇലക്കറികൾ കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം കിട്ടുന്ന ഒരു ഇലക്കറി ശേഖരിച്ചെടുത്ത് തോരൻ വെച്ചു. കാളിപ്പാറയുടെ താഴ്ഭാഗത്ത് മാത്രം കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ചീരയുടെ തോരനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഈ പ്രേക്ഷകരുടെ ഭാഗ്യദോഷമാണോ? അല്ല, ഭാഗ്യദോഷം എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഉള്ളത് ഇത്രത്തോളം പ്രത്യേകതയുള്ള ചീരയാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. അവർക്കും കണ്ടെത്താം, അവരുടെ പരിസരത്ത് ഇതുണ്ടാകാം. ഓക്കെ, നമ്മളിന്ന് എപ്പിസോഡിലൂടെ അത് കാണിച്ചു കൊടുക്കും. ആ ചെടിയുണ്ടോ? ഉണ്ട്, അതും പറിച്ചു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ചീരയുടെ തോരനും ഉണ്ട്. ഇവിടുത്തെ ഈ കാളിപ്പാറ സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ കോഴിയുടെ തോരനും ഉണ്ട്. അപ്പോൾ ഈ തോരനും ചീര തോരനും ഒക്കെ കഴിച്ച് രണ്ട് തോരനാണ്, ഒരു നോൺ വെജ് തോരനും ഒരു വെജിറ്റേറിയൻ തോരനും. അപ്പോൾ ഈ രണ്ട് തോരനും കഴിച്ച് നമ്മൾ ആരോഗ്യവാന്മാരായിട്ട് ഇന്ന് കാളിപ്പാറ കയറുന്ന രംഗമാണ് അതെ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ യൂണിഫോം ഇട്ട ചേച്ചിമാരുടെ കൂടെ കൂടാൻ പോവാണ്. ഇന്ന് രണ്ടുപേരും ഇത് ഒരേ കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ? ഇവർ എല്ലാത്തിലും അങ്ങനെയാണ്. തൊഴിൽ പദ്ധതിയുടെ പണിക്ക് പോകുമ്പോ ഒരേ വേഷം, അമ്പലത്തിൽ പാചകത്തിന് വരുമ്പോ ഒരേ വേഷം, അമ്പലത്തിൽ തൊഴാൻ വരുമ്പോ ഒരേ വേഷം, ഇപ്പോഴിതാ ഒരേ വേഷം. അത് ശരി. പേരിലും ഉണ്ട് പ്രത്യേകത, ലതയും സുധയും അല്ലേ? പേരിലുണ്ട് പ്രത്യേകത. രണ്ടുപേരും ഒരു യൂണിഫോം, ഒരു മാല, ഓരോ വളകൾ എന്ന് വേണ്ട. കണ്ടാൽ തന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ രണ്ടുപേരെയും കണ്ടാൽ തന്നെ തിരിച്ചറിയാം. അപ്പോൾ എന്തായാലും ഈ ഇരട്ടകളുടെ കൂടെ അയൽവാസികളാണ്, എന്നാൽ പോലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഇരട്ടകളാണ്. ഈ ഇരട്ടകളുടെ കൂടെ ഞാൻ ചേരാൻ പോവാണ്. നമുക്ക് ഇന്ന് രണ്ട് വിഭവങ്ങളാണ്. ഒന്ന് ഒരു നോൺ വെജ് തോരനും ഒരു വെജിറ്റേറിയൻ തോരനും. കാളിപ്പാറയിലെ ഏത് വികസനോന്മുഖമായ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തമാണ് ഈ എന്നോടൊപ്പം നിൽക്കുന്ന, യൂണിഫോമിൽ എന്നോടൊപ്പം നിൽക്കുന്ന രണ്ട് ഇരട്ടകൾ. ചിരിക്കാതെ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ചേരുകയാണ്. ഇന്ന് അവരുടെ ഈ കാളിപ്പാറക്കാരുടെ ഒരു സ്പെഷ്യൽ കോഴിയുടെ തോരനാണ്. നമ്മൾ നേരത്തെ കോഴിയുടെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടച്ചൽ കുഴിയുടെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കോഴി ഉസ്താദിൻ്റെ കോഴിത്തോരൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മജീഷ്യൻ രാജമൂർത്തിയുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ടൊരു കോഴിയുടെ തോരൻ ഉണ്ടാക്കി. രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഇത് മൂന്നാമത്തെ ടേസ്റ്റാണ് നമ്മൾ ഈ കോഴിത്തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അതും ഈ തോരനകത്തുണ്ടാവും അല്ലേ? ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കോഴിത്തോരൻ ഉണ്ടാക്കുന്ന പോലെയല്ല കാളികാവ്. കാളിപ്പാറക്കാരുടെ പ്രത്യേക കോഴിത്തോരനാണ്. വേറെ എങ്ങൊന്നും രുചിച്ചിട്ടില്ലാത്ത ഒരു രുചി. അതാണ് ലത ചേച്ചി പിന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ കാളിപ്പാറക്കാരുടെ സ്പെഷ്യൽ കോഴിത്തോരനാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അത് ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട ഒരു കോഴിത്തോരൻ. വേറെ എങ്ങൊന്നും ആസ്വദിച്ചിട്ടില്ലാത്ത ഇല്ല, ഉറപ്പായിട്ടും കട്ടായമാണ്. ഓക്കെ, എന്നാ തുടങ്ങാം. ഇത് എവിടെന്നാ ഈ പാചകമൊക്കെ? ഈ രണ്ടുപേരും കൂടെ ചേർന്ന് പരീക്ഷണമൊക്കെ ഉണ്ടോ? നമ്മളിവിടെ കാളിപ്പാറ അന്നദാനം ദേവിക്ക് വയ്ക്കുമല്ലേ, അപ്പോഴ് അവിടെ വേറെ ഇറച്ചിയൊന്നുമില്ല, കറികളെല്ലാം വയ്ക്കും. അല്ല, നിങ്ങൾ സദ്യയൊക്കെ വയ്ക്കോ?
സദ്യയൊക്കെ വെക്കും. എന്തൊക്കെ കറികളൊക്കെ സദ്യയിൽ എന്തൊക്കെ കറികളുണ്ട് സാധനം? ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, തോരൻ, അവിയല്, പിന്നെ അച്ചാർ തന്നെ ചിലപ്പോ 2-3 ഐറ്റം ഒക്കെ വെക്കും. എന്തൊക്കെയാണ് അച്ചാറുകൾ? എന്തൊക്കെയാണ്? പപ്പങ്ങ അച്ചാറ്. ഇപ്പൊ വേറൊരു അച്ചാർ ഇവിടെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആ അച്ചാറ് അല്ല, അത് ചേമ്പിന്റെ തണ്ട്, ചേനത്തണ്ട്, അങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ കുറെ ഐറ്റം ഉണ്ട്. ഈശ്വര, സാധാരണ ഈ ദേഹണ്ണക്കാരെന്ന് പറയുന്ന ഈ പ്രൊഫഷണൽ പാചകക്കാരെന്ന് പറയുന്ന ആണുങ്ങളെ കടത്തി വെട്ടുന്ന 2 പെണ്ണുങ്ങളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അവരാണെന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ കാളിപ്പാറയുടെ മുകളിലായിട്ട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ ദേവിക്ക് അന്നദാനം നടത്തുന്ന സമയത്ത് ഇവർ 2 പേരും കൂടിയാണ് ഈ വേറെ ആൾക്കാരുണ്ട്, നമ്മൾ മാത്രമല്ല വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും നിങ്ങളാണ് മുൻപന്തി. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ തന്നെ മുൻപന്തിയിൽ. മെയിൻ മേശരിമാർ നിങ്ങളാണ്. അതായത് ഈ ഇഞ്ചി തൊട്ട് ഞാൻ പറഞ്ഞ അച്ചാർ വരെ 12 ഐറ്റം അച്ചാർ ഉണ്ടാക്കും. അത് ശരി. അപ്പൊ ഈ അമ്പലത്തിലെ അന്നദാനത്തിനൊന്ന് വരണം. അമ്പലത്തിലെല്ലാം ഉണ്ടാക്കൂല, ഓരോ സദ്യ സമയത്ത് ഓരോ അച്ചാർ ഉണ്ടാക്കും. അപ്പൊ നിങ്ങളാണ് മെയിൻ ഭണ്ഡാരിമാര്. അപ്പൊ അമ്പലത്തിലെ കാളിപ്പാറയുടെ മുകളിലുള്ള അമ്പലത്തിലെ മെയിൻ ഭണ്ഡാരിമാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ ചില്ലറക്കാരൊന്നും അല്ല, ഉണ്ട്. എന്നാലും അവരാണ് ഇന്ന് ഈ പണ്ടാരിമാര് ചേർന്നിട്ടാണ് നമുക്ക് ഉഗ്രൻ കോഴിത്തോരൻ, അത് കാളിപ്പാറക്കാരുടെ സ്പെഷ്യൽ കോഴിത്തോരൻ ഉണ്ടാക്കി തരാൻ പോകുന്നു. തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് 1.5 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അത് മസാല പിടിക്കാനായിട്ട് വെച്ചു. അതിനകത്ത് ചേർത്ത സാധനങ്ങൾ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ. ഉപ്പുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മസാല പിടിപ്പിക്കാനായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ രുചി ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. ആദ്യം നമ്മളൊരു 10 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തു. ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടച്ച് വെച്ച് വേവിക്കണം അല്ലേ? ഇതൊരു പകുതി വേവായതിന് ശേഷമാണ് ബാക്കി എല്ലാ സാധനങ്ങളും ചേർക്കുന്നത്. വേവായിട്ട് ഇതിനെ കോരി മാറ്റിയതിന് ശേഷം ബാക്കി എല്ലാ സാധനങ്ങളും വഴറ്റി അത് വിട്ട് മൂപ്പിച്ച് അതും കോരി മാറ്റിയതിന് ശേഷം ബാക്കിയെല്ലാം. ഇപ്പൊ 2-3 പാർട്ടായിട്ടാണിത്. പാർട്ടായിട്ടേ വരുള്ളത്, ഒത്തു വരൂല. ഇതിന് ജോലിയുണ്ട്. അല്ല, വെറുതെ തിന്നാൻ പറ്റൂല. ഇത് കുറച്ച് മെനക്കെട്ടാലേ തിന്നാൻ പറ്റുള്ളൂ. ഇത് മെനക്കെട്ടാലേ തിന്നാൻ പറ്റുള്ളൂ. 2-3 ഭാഗങ്ങളായിട്ടാണ് ഇതിന്റെ പരിപാടി നടക്കുന്നത്. ആദ്യം മാരിനേറ്റ് ചെയ്ത ചിക്കൻ എണ്ണയിൽ വേവിച്ചെടുക്കണം. ഇതിപ്പോ ശരിക്കും ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങി അല്ലേ? അപ്പൊ ഇപ്പൊ ഒരു പകുതി വേവ്, ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. പകുതി വേവായി കഴിഞ്ഞാൽ മസാല അല്ലേ? ഇതും ഇതിനകത്ത് എന്തൊക്കെ? മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി, പിന്നെ കറി മസാല. ഗരം മസാല ഇതിലും ചേർത്ത്. ഉപ്പിട്ടിട്ടുണ്ടോ? ഉപ്പുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ച പിന്നെ ഉരുളക്കിഴങ്ങാണ് ചെറിയ കഷ്ണങ്ങളായിട്ട്. നമ്മൾ ഈ എന്താണ് കടുമാങ്ങ അല്ലേ? കടുമാങ്ങ സൈസിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. പെട്ടെന്ന് വേവാൻ വേണ്ടി. ഓക്കെ, ഇനി ഇതുകൂടാ അല്ലേ? ചേച്ചിമാരുടെ മുഖത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വെന്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങ്, മസാലയൊക്കെ പുരട്ടി ചേർത്ത ഉരുളക്കിഴങ്ങും വെന്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി ഇത് കോരി മാറ്റാൻ പോവാണ്. ഇനി 2ാമത്തെ പാർട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നു. കാളിപ്പാറക്കാരുടെ സ്പെഷ്യൽ കോഴിത്തോരൻ്റെ ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി സെക്കൻഡ് പാർട്ടാണ്. അത് കടുക് താളിച്ച് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ, ഈ ചിക്കൻ വേവിച്ചെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കടുക് താളിച്ച് തുടങ്ങുന്നത്. ഈ ചിക്കൻ തോരൻ 2 ഭാഗങ്ങളായിട്ടാണ് പൂർത്തിയാക്കുന്നത്. ആദ്യം ഒരു ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ വറുത്ത് കോരി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ പിന്നെ ഒരു 10 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ടു. അതൊരു 3/4 ഭാഗം വേവായപ്പോഴത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും ഇട്ടു. അതെല്ലാം കൂടെ വേവിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ, നേരത്തെ ഒഴിച്ച അതേ എണ്ണയിൽ തന്നെ നമ്മൾ പിന്നെ കടുക് താളിച്ചു. അതിനുശേഷം വറ്റൽമുളക് ഇട്ടു, പിന്നെ പച്ചമുളക്, കറിവേപ്പില, സവാള, ഒരു 6 പച്ചമുളക്, ഒരു 4-5 വറ്റൽമുളക്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം.
ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 12 അല്ലി വെളുത്തുള്ളി അത് ചതച്ചത്, ഒപ്പം കുരുമുളകിന്റെ പൊടി. ഇവിടത്തെ കുരുമുളക് തന്നെ അല്ലേ, വീട്ടിൽ പൊടിച്ചത് നല്ല എരിവുള്ള കുരുമുളക്. അതെ, ഇവിടുത്തെ വിളയെന്നെടുത്ത കുരുമുളകാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അമ്മിക്കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്ത തേങ്ങയാണ് 1 തേങ്ങ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. തോരൻ്റെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ ഒരല്പം എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് ഈ മസാല പുരട്ടിയ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം അതേ എണ്ണയിൽ, ഇത് വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കടുക് താളിച്ചത്. കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക്, ഒരു 8 പച്ചമുളകും ഒരു 3 സവാളയും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് വഴണ്ടി വരുന്ന സമയത്ത് ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി അത് ചതച്ചെടുത്ത് ചേർത്തു. പിന്നെ ഇവിടുത്തെ വിളയിലുണ്ടായ ഇവിടുത്തെ വിളയിലുണ്ടായ നല്ല നാടൻ കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ നിറയെ ഇട്ടു. പിന്നെ ഗരം മസാല, വീട്ടിൽ തന്നെ തയ്യാറാക്കി പൊടിച്ചെടുത്ത ഗരം മസാല അതും ഇട്ടു. അതിനുശേഷം 1 തേങ്ങ ചിരകിയത് അല്ലേ, 1 തേങ്ങ ചിരകിയത് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒന്ന് കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സിയിലോ ഒന്ന് ഒതുക്കി, മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ഒതുക്കി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇപ്പം നല്ല മണമൊക്കെ, തേങ്ങ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. ഇനി നമ്മുടെ ഇതുകൂടെ ചേർക്കുക അല്ലേ. ഇനി ഈ ചിക്കനും ഇതുകൂടെ വറുത്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ചിക്കൻ തോരൻ കഴിക്കാം. പോരട്ടങ്ങനെ പോരട്ടെ, ചിക്കൻ തോരൻ പോരട്ടെ. അപ്പോൾ ചിക്കൻ സുഗന്ധം പരത്തിക്കൊണ്ട് ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സ്പെഷ്യൽ ചിക്കൻ തോരനാണ് അത്, കാളിപാറക്കാരുടെ സ്പെഷ്യൽ ചിക്കൻ തോരൻ, ലത ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ തോരൻ അല്ലേ. അതെ, ലത ചേച്ചിയും സുധ ചേച്ചിയും ഉണ്ട്. 2 ചേച്ചിമാരും കൂടെ ചേർന്നുണ്ടാക്കിയ ചിക്കൻ തോരനാണ്. ഇതുകൊണ്ടൊന്നും മതിയാവില്ല, 1.5 കിലോ ചിക്കൻ ഒന്നും പോരാ. ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 4-5 കിലോ ചിക്കൻ ഉണ്ടാക്കണം. സാധാരണ ചിക്കൻ തോരൻ പോലെയല്ല, ഇടിവെട്ട് തോരൻ. എനിക്ക് തോന്നുന്നു ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള തോരൻ കഴിച്ചിട്ടില്ല. എല്ലാം ഈ ചിക്കൻ തോരനൊക്കെ സാധാരണ കുഴഞ്ഞിരിക്കുന്ന ചിക്കൻ തോരനാണ്. ഇത് നല്ല ക്രിസ്പിയാണ്. പക്ഷേ ഒരല്പം എണ്ണ കൂടുതൽ ചേരും. അതുകൊണ്ട് കൊളസ്ട്രോളുകാരൊന്നും ട്രൈ ചെയ്യേണ്ട. കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ വന്നോളും. പക്ഷേ ടേസ്റ്റ് സൂപ്പർ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഉഗ്രൻ തോരനാണ്, ഇടിവെട്ട് തോരൻ. ഇനി ഞാൻ ക്യാമറ ഓഫ് പറഞ്ഞില്ലെങ്കിൽ മിക്കവാറും ഇവരെല്ലാവരും കൂടെ എന്നെ കൊല്ലും. ഈ കാളിപാറക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഇനി നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് അല്ലേ. അഹങ്കാരം, നിങ്ങളുടെ അഹങ്കാരമാണ്. എന്ന് വെച്ചാൽ ഈ ചീര, ഇതിനെ ഇവിടെ പറയുന്നത് പാറക്കീര എന്നും കൊളമ്പിക്കീര എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്കും ഈ ട്രിവാൻഡ്രം തെക്കൻ തിരുവിതാംകൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ ചീരയ്ക്ക് കീര എന്നാണ് പറയുന്നത് അല്ലേ. കീര, കീരത്തോരൻ. അപ്പോൾ കീര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ പറയുന്ന പേര് പാറക്കീര അല്ലെങ്കിൽ കൊളമ്പിക്കീര. അപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ളൊരു അമ്മയുണ്ട്. അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞ് ഇതിനെ കൊളമ്പിക്കീര എന്നാണ് പറയുന്നത്, ഇവർ പറയുന്നത് പാറക്കീര എന്നാണെന്ന്. അപ്പോൾ ഈ പാറക്കീര വെച്ചിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടൊഴിച്ച് ഇലകളെല്ലാം, അല്ലെങ്കിൽ നേർമയുള്ള തണ്ടും ഇലകളുമാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അല്ലേ. 5 മിനിറ്റ് മതി, 5 മിനിറ്റ് മതി ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു തോരനൂടെ കഴിച്ച്, ആ തോരനും നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ തോരനും കൂട്ടി ഇത്തിരി ചോറും കപ്പയൊക്കെ കഴിച്ചിട്ട് വേണം നമ്മളിന്ന് കാളിപാറയിലോട്ട് കയറാൻ. അതിനുള്ള ആരോഗ്യമൊക്കെ വരണം. റെഡി എന്നാ തുടങ്ങിക്കോ. അപ്പോൾ ആദ്യം കടുക് താളിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ആദ്യം കടുക് താളിച്ചു, അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പില ഇട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്, വറ്റൽമുളക് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ചീരയും കൂടെ ചേർത്ത് കൊടുത്തു. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ കീരയും കൂടി ചേർത്തു. പാറക്കീര നമ്മൾ ചേർത്തു. ഇതാണ് ശരിക്കും പാറക്കീര എന്ന് പറയുന്നത്, ഈ സാധനമാണ്. ഇത് വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ഇത് കറി വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഒരറിയിപ്പുണ്ട്. ഇതാണ് പാറക്കീര എന്നിവർ പറയുന്നത്, കൊളമ്പിക്കീര എന്നും പറയാറുണ്ട്. ഈ ചീര മറ്റേതെങ്കിലും ഭാഗത്തുണ്ടെങ്കിലും അത് കറി വയ്ക്കാൻ പറ്റും.
ഇനി ചിലപ്പോൾ വേറെ ഭാഗത്തൊക്കെ വേറെ പേരുകളായിരിക്കും. വേറെ പേരായിരിക്കും. ഇവിടെ നമ്മൾ ഈ പേരില് പാകത്തിന് ഉപ്പ്. അവിയൽ അടച്ചു വെക്കണമെന്നാണ്, തോരൻ പടച്ചു വെക്കണം. അപ്പോൾ ഇപ്പോൾ ഇല എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതിനാണ് പടച്ചു വെക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് തട്ടിപ്പൊത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ അരപ്പൂടെ ചേർക്കണം അല്ലേ. ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. 1 മുറി തേങ്ങ ചിരകിയെടുത്തു. അതിലേക്ക് പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ചെറിയ ഉള്ളി ഉണ്ടോ? ഇല്ല. ഇത്രയും സാധനങ്ങളാണ് ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാളിപാറക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പാറക്കീര റെഡി ആയിട്ടുണ്ട്. അത് മാത്രം ഈ സാധാരണ ചീരത്തോരൻ വെക്കുന്ന ചീരത്തോരനും മുരിങ്ങത്തോരനൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അതിൻ്റെ ഒരു മണമല്ല വരുന്നത്, വേറൊരു മണമാണ് അല്ലേ. സാധാരണ ചീരയുടെ രുചിയല്ല, വേറൊരു രുചി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇറച്ചിയുടെ രുചി വരുമോ എന്ന് ചോദിക്കുന്നു. ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ്. അത് കോമഡി. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇരട്ടകളാണെന്ന് വിചാരിക്കും. പേര് ഒരുപോലെയാണ്, സുധയും ലതയും. ഒരേപോലെ ഡ്രസ്സ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ ഒരുപോലെ ഡ്രസ്സ് ചെയ്യുള്ളൂ. ഇപ്പോൾ പൊട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലത്തെ പൊട്ടാണ്. അത് മാത്രമല്ല, എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് രണ്ടുപേരും ഒരുപോലത്തെ കമ്മൽ, ഒരുപോലത്തെ മാല, ഒരുപോലത്തെ വള. അത് മാത്രമല്ല, ഇവർ കല്യാണം കഴിച്ച 2 ഭർത്താക്കന്മാരോ അവർ രണ്ടുപേരും കഷണ്ടി. ഇനി എന്ത് വേണം? അതെ, എല്ലാ സൗഭാഗ്യമായി. ഇനി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് വിഭവങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇപ്പം ചെയ്യാമെന്ന്. പറ്റൂല, എനിക്ക് കാളിപാറയിൽ കയറണം. ഇതും നല്ല കപ്പയും നേരത്തെ ഉണ്ടാക്കിയ തോരനും ഈ തോരനും ഒക്കെ കൂട്ടി നന്നായിട്ട് വെട്ടിയിട്ട് വേണം മല കയറാൻ. അപ്പോൾ എന്തായാലും നമ്മൾ മല കയറി അടങ്ങുള്ളൂ. ഇന്ന് എന്തായാലും ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പോൾ ഞാനും സുരേഷ് ചേട്ടനും കൂടി കാളിപാറ കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഉദ്ദേശം 900 മീറ്ററാണ്. ഇതിൻ്റെ ഏറ്റവും മുകളറ്റം വരെ 900 മീറ്ററാണ്. അതിലെ കുത്തനെയുള്ള പാതയുമുണ്ട്, സമനിരപ്പുള്ള പാതകളുമുണ്ട്. അപ്പോൾ കരിമല കയറ്റമാണ്. അതാണ്. കാളിപാറയിലേക്ക് ആദ്യത്തെ പാറ കയറി വരുമ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണിത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയ വാട്ടർ ടാങ്കാണ്. അപ്പോൾ ഏറ്റവും ഉയരമുള്ള പ്രദേശമായതുകൊണ്ട് കാളിപാറയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ 12 വർഷമായി ഇത് സ്ഥാപിച്ചിട്ട് ഇതുവരെയും ഈ പദ്ധതി നടപ്പായിട്ടില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വാട്ടർ അതോറിറ്റിയിലെ വലിയ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇത് കാണുക, ഇവരുടെ സങ്കടം ഒന്ന് മനസ്സിലാക്കുക. 12 വർഷമായി ഈ പ്രോജക്റ്റ്, ഇതുവരെയും അതിലൂടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇത് കേരളമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അതെ, നമ്മളിപ്പോൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്, അത്യാവശ്യം വിയർക്കാനൊക്കെ തുടങ്ങി. എന്നാൽ പോലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിനൊരു സുഖം, ഒരു എനർജിയൊക്കെ തോന്നുന്നു. അത് മാത്രമല്ല, നമ്മളിപ്പോൾ നല്ല ആരോഗ്യം കിട്ടുന്ന 2 സാധനങ്ങളാണ് കഴിച്ചിട്ട് വന്നേക്കുന്നത്. ഈ ലത ചേച്ചിയും സുധ ചേച്ചിയും കൂടെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ തോരനും പിന്നെ ഇവരുടെ ഒരു എന്താണ് പാറക്കീരയുടെ തോരനുമാണ് കഴിച്ചത്. അത് കഴിച്ചപ്പോഴത്തേക്ക് ആരോഗ്യമൊക്കെ കൂടി. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന പാറ പോലും ഇങ്ങനെ ഈസി ആയിട്ട് പൊക്കിയെടുത്ത് ഇങ്ങനെ ആക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? ആരോഗ്യം വന്നില്ലേ? അയ്യോ, ഇത് ആരോഗ്യമൊന്നുമല്ല, ഇത് സീരിയലുകാരും സിനിമാക്കാരും ഇവിടെ കൊണ്ടുവന്ന് ഇടുന്ന സെറ്റ് പ്രോപ്പർട്ടീസാണ്. ഇങ്ങനെയുണ്ട്, പാറ എടുത്ത് അമ്മാനമാടാൻ പറ്റും. നമ്മളിപ്പോൾ മലകയറ്റത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇനി മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാഴ്ചകളും കണ്ട് കാളിപാറയുടെ ഏറ്റവും ഉയരത്തിലേക്ക് കയറാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചുറ്റാകെയുള്ള ദൃശ്യങ്ങൾ അതിമനോഹരമായ രീതിയിൽ നമുക്ക് കാണാനും സാധിക്കും. ഇനി കാളിപ്പാറയിലേക്ക് നഗ്നപാതനായിട്ട് വേണം കടന്നു ചെല്ലാൻ. കാരണം അവിടെ ഒരു കാളി ക്ഷേത്രമുണ്ട്. അതുകൊണ്ടാണ് ഈ പാറയ്ക്ക് കാളിപ്പാറ എന്ന് പേര് വന്നത് അല്ലേ. നമ്മളിപ്പോൾ കാളിപ്പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയും കാണാൻ പറ്റും. ചുറ്റാകെ ഭൂമി ഉരുണ്ടതാണെന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഭദ്രകാളി ക്ഷേത്രത്തിന് മുൻഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കേട്ട മറ്റൊരു അത്ഭുതം,
പ്രായമുള്ള സ്ത്രീകൾ 90 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ഇവിടെ പൊങ്കാല ഇടാനായിട്ട് കലവും വെള്ളമൊക്കെ ആയിട്ട് ചുമന്ന് ഇവിടെ വന്നിട്ട് പൊങ്കാല ഇട്ടിട്ട് ആ പൊങ്കാല കലവും ചുമന്നുകൊണ്ട് തിരിച്ചു പോകും. എന്തായാലും ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ ഇന്ന് കഴിച്ചത് മുഴുവൻ ദഹിച്ചു കഴിഞ്ഞു. ഇനി ഇറങ്ങിയിട്ട് ഒന്നുകൂടെ കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. ഇവിടെ നിന്ന് മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് നെയ്യാർ ഡാം കാണാൻ സാധിക്കും, നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ കാണാൻ സാധിക്കും, പിന്നെ ഗ്രാമപ്രദേശങ്ങളൊക്കെ മുഴുവൻ കാണാൻ സാധിക്കും, പള്ളികൾ, അമ്പലങ്ങൾ, ആശുപത്രികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ്. കുറച്ച് റിലാക്സ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ.